എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2 വരാലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ശരിയാക്കി കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം വരാൽ ഇതേ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം അത്യാവശ്യം മുഴുത്തതാണ് കേട്ടോ, നമുക്ക് കൂടിനകത്ത് കിട്ടിയതാണ്. അപ്പം ഒരെണ്ണം തീരെ ചെറുതുമാണ്. ഇത് 2 ദിവസമായിട്ട് കിട്ടിയ വരാലാണ്. അപ്പം ഇതിനെ കറി വെക്കാനുള്ള പരിപാടിയാണ്. ഒരെണ്ണം ചത്ത ശരിയായിരിക്കുക. ഒരെണ്ണം ഇപ്പോൾ ചത്തതേ ഉള്ളൂ. ഇവനെ ഇപ്പോൾ കൊന്ന് ശരിയാക്കി എടുത്തതാണ്. നല്ല മഴയാണ്, ഇന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു. അപ്പം നമ്മളിന്ന് പറ്റിയ സമയം കൊണ്ട് അത്യാവശ്യം വീഡിയോ ഒക്കെ വീട്ടിൽ വന്നപ്പം ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് കിട്ടിയപ്പോൾ അങ്ങനെ 2 മീനൊക്കെ കിട്ടിയിട്ട് ഇവിടെ ബക്കറ്റ് ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് 2 വരാലിനെ എടുത്ത് ശരിയാക്കി വെക്കാമെന്നുള്ള പരിപാടിയിലാണ്. നല്ല വെള്ളമായിരുന്നു കേട്ടോ. ഇവിടം വരെ വെള്ളം കയറി വന്നായിരുന്നു. ഇപ്പോൾ ഇറങ്ങിപ്പോയതാണ്. നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറിയില്ല, ജസ്റ്റ് വീടിൻ്റെ ഫ്രണ്ട് വരെ വെള്ളം കയറി വന്നായിരുന്നു. ഈ ആദ്യത്തെ പടിക്ക് മേളി വരെ വെള്ളം വന്നായിരുന്നു. നമ്മുടെ ബോട്ടിനൊന്നും ഇപ്പം മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് ഓട്ടമൊന്നും ഇല്ലാതെ കിടക്കുക. ചാരത്തിനകത്ത് നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്ത ചാരത്തിനകത്തിട്ട് പുരട്ടിയിട്ടാണ് കേട്ടോ വരാലെ വെട്ടുന്നത്. ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് തെന്നി താഴെ പോവും. ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. ഈ ചാര അല്ലെങ്കിൽ പിന്നെ വേറെ എന്നാ വെച്ചാ ചെയ്യുന്നത്? മണ്ണിടും അല്ലേ? ഉണങ്ങി കഴിഞ്ഞാൽ ഇതിപ്പം പിടിച്ചല്ലേ ഉള്ളൂ, ചത്തല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഉണങ്ങി കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്തിരുന്ന് ഉണങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത്യാവശ്യം ഉണങ്ങിയതാണെങ്കിൽ അങ്ങനെ അധികം തെന്നത്തില്ല. ഇതിപ്പം ജീവനോടെ ഇപ്പം എടുത്ത് നനവോട് കൂടി ഇരിക്കുന്നത് കൊണ്ട് തെന്നി പോകുന്നുണ്ട്. ഇതുണ്ട്, ചെറിയൊരു കാര്യമുണ്ട്, അതുപോലെ വേറൊരു ചെറിയ വരാലുണ്ട്, പിന്നെ അത്യാവശ്യം മുഴുത്തൊരു വരാലുണ്ട്, പിന്നെ കുറച്ച് പൊടിമീനാണ്. 3-4 പൊടിമീൻ കിട്ടി, അതുകൊണ്ട്. അപ്പം അങ്ങനെ അത്യാവശ്യം ചെതുമ്പലും അതിൻ്റെ ചിറകുകളൊക്കെ വെട്ടി ഇനി അടുത്ത കാരിയാണ് കേട്ടോ. കാരിയുടെ തൊലി പൊളിച്ച് കളയുവാണ്. ഇരിക്കൽ വേണം, എടുത്തോണ്ട് വരണോ? ഇറക്കിലിട്ട് കളയുന്നതാണ് ശരിക്കും എളുപ്പം കേട്ടോ. പോയിട്ടുള്ള ഒരു ചെറുത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് പിന്നെ ഇറക്കിലി എടുക്കാത്തത്. ഇറക്കിലി തൊലിക്കകത്തൂടെ കയറ്റി പൊളിച്ചെടുക്കുന്നതാണ് സാധാരണ ചെയ്യാറ്. നമ്മുടെ കടവ് കണ്ടോ, അത്യാവശ്യം വെയിലോ മഴ ചെറിയ ചാറ്റൻ മഴയൊക്കെ ആണെങ്കിലും നമുക്ക് നനയാതെയൊക്കെ താഴെ നിന്ന് തേക്കോ അലക്കോ ഒക്കെ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ചെറിയ പൂക്കളാലും ചെടികളാലും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കടവാണ് കേട്ടോ. അത്യാവശ്യം വൃത്തിക്ക് നമ്മൾ വെട്ടിയൊക്കെ എടുത്താണ്. പിന്നെ തേച്ച് അത്യാവശ്യം വെളുപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ മീനിൻ്റെ എല്ലാം നമ്മൾ വെട്ടി പീസാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ വരാലിനെയും ബാക്കിയുള്ള മീനിനെയും എല്ലാം നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കറിക്കുള്ള പരിപാടികൾ നോക്കാം. ഇതിനകത്ത് എന്നാക്കി അരക്കാനിട്ടിരിക്കുന്നത്? മഞ്ഞളും പെരിഞ്ചീരകവും കൂടെ കല്ലേലിട്ട് അരച്ചെടുക്കുവാണേ. നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് മേളിൽ കയറ്റി വെച്ചിരിക്കുവായിരുന്നു കേട്ടോ. ഈ തറയുടെ മേളിൽ വെള്ളം വന്നായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ മേളിൽ വെച്ചായിരുന്നു. നമ്മുടെ ഈ പാടത്ത് നിറഞ്ഞു കിടക്കുക പാടം. പാടത്തുനിന്ന് വെള്ളം കയറിയതാണ് ഇവിടെ. പെരിഞ്ചീരകം, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, തേങ്ങ, ഇത്രയും സാധനം ഇട്ട് അരച്ചല്ലേ. ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇടാൻ നേരം ഒന്നും കൂടി ടേസ്റ്റ് വരുന്ന. വെളുത്തുള്ളി അരച്ച് ചേർത്തുകൊണ്ട് ഇനി ഇഞ്ചി ഇച്ചിരി ചതച്ച് ചേർക്കാൻ മതി. പച്ചമുളകും കുറച്ച് ഉള്ളിയും കൂടി അരിയും. കടുക് ഇടുക. കറിവേപ്പില, ചതച്ച ഇഞ്ചിയും പച്ചമുളകും അതൊന്ന് വാടിയിട്ട് അരപ്പിയാക്കാം. ഈ മുളക് പൊടി കുറച്ച് ചേർക്കാം. മുളക് പൊടി ഒരു 2 സ്പൂൺ. മുളക് പൊടി അരച്ചതിനകത്തോട്ട് മിക്സ് ചെയ്യണം. മൂപ്പിച്ചിട്ട് മീനിടാം. അരപ്പ് മൂപ്പിച്ചിട്ട് മീനിടാം. എണ്ണയ്ക്കകത്തൊന്ന് വാടണം നല്ലതായിട്ടുണ്ടെങ്കിൽ ശരിയാണ്. ആ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട്. ചൂടുവെള്ളം ഉപ്പ് കൂടി ഇട്ട് തിളപ്പിക്കാം. മാങ്ങ ഇടുന്ന അതുകൊണ്ട് ഉപ്പും തിളച്ചിട്ട് മീനും ഇട്ട് മാങ്ങ ഇടാം. മീൻ ഇടുക. ചാറ് തിളച്ച് മീൻ ഇടുക. മീൻ കറി തിളച്ച് വരുന്നു. അപ്പം മാങ്ങയും കൂടി ഇടുക. നമ്മുടെ മാങ്ങ ഇച്ചിരി ചെനച്ചതായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച മാങ്ങയാണ്. ഇച്ചിരി ചെനച്ച മാങ്ങയായിരുന്നു. അപ്പം പുളി ഇച്ചിരി കുറവായതുകൊണ്ട് 1-2 ഇരുമ്പൻ പുളിയും കൂടി ഇട്ടിട്ടുണ്ട്.
കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉള്ളി ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് വാട്ടിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഇടണ്ടായിരുന്നേ. അപ്പം ഇച്ചിരി താമസിച്ച് പോയിട്ടപ്പോൾ അപ്പം നമ്മൾ ഈ മാങ്ങയൊക്കെ ഇട്ട കൂടെയാണ് ചെറിയ ഉള്ളി ഇട്ടത്. കറിയൊക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഉപ്പൊന്ന് നോക്കുവാണ്. നമ്മുടെ വരാല് കറി ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.